ഇതാണ് ഞാൻ 2 വർഷത്തോളമായി ഉപയോഗിച്ചു വരുന്ന മൗസ്. സെബ്രോൺസിന്റെ ട്രാൻസ്ഫോമർ M എന്ന് പറയുന്ന മോഡലാണ്. വില ഏകദേശം 400 രൂപയിൽ താഴെ മാത്രം വരുന്ന ഈ മൗസ് 6 ബട്ടണും മൾട്ടി കളർ RGB ലൈറ്റ്സും 3600 DPI റേറ്റിംഗ് വരുന്ന വില കുറഞ്ഞ നല്ലൊരു മൗസാണ്. ഇപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ബട്ടൺ ചിലപ്പോഴൊക്കെ വർക്ക് ആകുന്നില്ല. 2 വർഷം പഴക്കമുള്ളതുകൊണ്ടും 400 രൂപയ്ക്ക് വാങ്ങിച്ചതുകൊണ്ടും ഒരു നഷ്ടബോധവുമില്ലാതെ അടുത്തൊരെണ്ണം വാങ്ങി. 500 രൂപയ്ക്ക് താഴെയാണ് ബഡ്ജറ്റ് എന്നുള്ളതുകൊണ്ട് സ്പെക്കിലേക്ക് അധികം നോക്കിയില്ല. എല്ലാത്തിനും ഏകദേശം സെയിം സ്പെക്ക് തന്നെയാണ്. പിന്നെ നമ്മൾ പരിഗണിച്ചത് മൗസിന്റെ ഡിസൈൻ ആണ്. എന്റെ കീബോർഡിനും ക്യാബിനറ്റിനും മാച്ച് ആകുന്ന വൈറ്റ് ആൻഡ് ഗ്രേ കളർ തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഡിസൈൻ കണ്ടുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്താണ് ഫോട്ടോണിക്സിന്റെ വേഡർ എന്ന് പറയുന്ന ഈ മൗസ്. മൗസിന്റെ വില ഏകദേശം 496 രൂപയാണ്. 4 കളറിൽ ഈ മൗസ് അവൈലബിൾ ആണ്. കയ്യിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞൻ മൗസാണിത്. 6 ബട്ടണും RGB ലൈറ്റ്സും വരുന്ന ഈ മോഡലിന്റെ മാക്സിമം DPI 6400 വരെയാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. കമ്പാരിറ്റീവ്ലി വയറിന്റെ ക്വാളിറ്റി അത്രയും നല്ലതായി തോന്നുന്നില്ല. എന്നിരുന്നാലും 1 വർഷത്തെ വാറണ്ടി ഫോട്ടോണിക്സ് നൽകുന്നുണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റായി നിങ്ങൾക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ബോക്സിന്റെ പിന്നിലുള്ള QR കോഡ് സ്കാൻ ചെയ്താലോ ബോക്സിന്റെ കൂടെയുള്ള ഈ വാറണ്ടി കാർഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്താലോ നിങ്ങൾക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മൗസിന്റെ പിൻഭാഗത്ത് ലൈറ്റ് സ്പ്രെഡ് ആവുന്നത് കാണാം. ചിത്രത്തിൽ കാണുന്ന പോലെ ചെറിയ തോതിലാണ് ലൈറ്റ്സ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി നല്ലതായേനെ. ഫസ്റ്റ് യൂസിൽ വാല്യൂ ഫോർ മണിയായി തോന്നി. എല്ലാം കൊണ്ടും നല്ലൊരു മൗസാണിത്. സോ വാങ്ങേണ്ടവർക്ക് വാങ്ങാം. അല്ലെങ്കിൽ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് വാല്യൂ ഫോർ മണിയായി തോന്നിയ മൗസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം.